ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻ്റ് ആയിട്ടാണ്. അനൗൺസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു നമുക്ക് വർക്കൗട്ട് വീഡിയോസ്, വർക്കൗട്ട് റുട്ടീൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കും. ഞാൻ നിങ്ങളുടെ പറയാറുമുണ്ട്, പക്ഷെ നമുക്കത് പ്രാക്ടിക്കലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഫൈനലി നിങ്ങളുടെ മുന്നിൽ ഞാൻ കുറേ വർക്കൗട്ട് വീഡിയോസായിട്ട് വരാൻ പോകണം, കുറേ റുട്ടീൻസായിട്ട് വരാൻ പോകണം. അത് മറ്റൊന്നുമല്ല, ഒരു 50 ഡേ കാലസ്തനിക് വർക്കൗട്ട് ചാലഞ്ച് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇനി നാളെ മുതൽ, സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ, നാളെ മുതൽ ഞാൻ 50 ദിവസം 50 ഡേ വർക്കൗട്ട് വീഡിയോസ് ഇടുന്നതാണ്. അതായത് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇടും. നമ്മുടെ ഡെയിലി വ്ളോഗ്സ് കാണും, അതല്ലാതെ ഇത് സെപ്പറേറ്റ് വർക്കൗട്ടിന് വേണ്ടി മാത്രം വീഡിയോസ് ഇടുന്നതാണ്. അപ്പം ഐ എം എക്സ്പെക്ടിങ് യു ഗൈസ് ടു ഡു ദീസ് വർക്കൗട്ട്സ് അലോങ് വിത്ത് മീ. അപ്പം അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യാം, നമുക്കിത് ചെയ്യാം, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇത് അത്ര നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ്, അത്ര പാടൊന്നും ആയിരിക്കത്തില്ല. ഇതെന്ന് പറയുമ്പം 50 ഡേയ്സ് ഉണ്ട്. 50 ഡേ ചാലഞ്ചാണ്, 50 ഡേ കാലസ്തനിക്സ് വർക്കൗട്ട് ചാലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാലസ്തനിക്സ് എന്ന് വെച്ചാൽ കാലസ്തനിക്സ് വർക്കൗട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് നമ്മൾ വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ റെസിസ്റ്റൻസ് ആക്കി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന, ഫ്ലെക്സിബിലിറ്റിക്കും സ്ട്രെങ്ത്തിനും വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് രീതിക്കാണ് കാലസ്തനിക്സ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുഷപ്പ്, നമ്മൾ സ്ട്രെച്ചസ്, നമ്മൾ പുള്ളപ്സ്, നമ്മൾ സ്റ്റെപ്സ്, നമ്മൾ ആപ്സിന് വേണ്ടി ചെയ്യുന്ന ക്രഞ്ചസ്, ഇതെല്ലാം കാലസ്തനിക്സ് വർക്കൗട്ടാണ്. അപ്പം കാലസ്തനിക് വർക്കൗട്ട് ചാലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിന് കാലസ്തനിക് വർക്കൗട്ട് ചാലഞ്ച് എന്ന് പറയുന്നു. നിങ്ങൾക്ക് അതിന് വർക്കൗട്ട് റൂട്ടീൻ എന്ന് പറയാം, ചാലഞ്ച് എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിലും. എന്താണെങ്കിലും നിങ്ങൾ നാളെ മുതൽ എൻ്റെ കൂടെ ചെയ്യണം പ്ലീസ്. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചോ, നിങ്ങൾക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ ഡേ 1 വീഡിയോ എടുത്തായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേയുടെ വീഡിയോ എടുത്ത് പ്ലേ ചെയ്യരുത്. എൻ്റെ ഡേ 1 വീഡിയോ എടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ നമ്മളോടൊപ്പം ചെയ്തു തരണം. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പം നാളെ മുതൽ റെഗുലറായിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും എന്നുള്ളൊരു നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരു വേഗ് ഐഡിയ തരാം. അതായത് സെറ്റ് ഓഫ് എക്സസൈസസ്, അതായത് ഒരു 3, 4, 5 സെറ്റ് ഓഫ് എക്സസൈസസ് ആയിരിക്കും. ഒരുപാട് നേരവും അല്ലെങ്കിൽ ഒരുപാട് ഒന്നും കാണത്തില്ല. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത തലയെടുത്ത് അടിയിൽ കൂടെ തിരിഞ്ഞ് വന്ന് നിൽക്കാനും യോഗ പോലെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്യത്തില്ല. നോർമലായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള നോർമൽ എക്സസൈസസ്, നോർമൽ വർക്കൗട്ട്സ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ സ്റ്റാർട്ടിങ്, അതായത് തുടങ്ങുമ്പം ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് കൗണ്ട് വളരെ റെപ്സ് കുറവായിരിക്കും. പിന്നെ അതുപോലെ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ച് ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പേസിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കൗണ്ടിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതും പറഞ്ഞ് ചെയ്യാതിരിക്കല്. കുറച്ച്, ഒന്നെങ്കിൽ 1, 2 നിങ്ങൾക്ക് എത്ര പറ്റുമോ. അതായത് കുറച്ചങ്ങ് ചെയ്തിട്ട് അയ്യോ എനിക്ക് വയ്യൊന്ന് നിർത്തിക്കളയില്. നിങ്ങൾ തന്നെ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു മാർജിൻ ഉണ്ടല്ലോ, ആ ഒരു ലിമിറ്റ് മാർജിൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ മാർജിൻ ഉണ്ടല്ലോ, അതിന് തൊട്ട് മുകളിൽ വരെ ഒന്ന് പുഷ് ചെയ്തിട്ട് നിർത്തുക. അപ്പം ഇതായിരിക്കണം ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ പേസിലായിരിക്കും ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ പേസിൽ ചെയ്യാതിരിക്കല് ചെയ്യാം. അപ്പം എങ്ങനെ ചെയ്തു ഒന്നും പ്രശ്നമില്ല, ചെയ്യാം. ഇത് ലൈവ് വീഡിയോസ് അല്ലല്ലോ, ഞാൻ വീഡിയോസ് ഇടാൻ പോലും. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം, റീപ്ലേ ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെ മുതൽ ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം എന്താ പറയുക, പ്രോപ്പറായിട്ട് വർക്കൗട്ട് ഡ്രസ്സ്, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടുപ്പ് വാങ്ങിക്കണം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഷൂ എടുക്കണം, അതെല്ലാം എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന കുറച്ച് മടിച്ചിമാരും ഇപ്പോൾ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളത് ചെയ്യരുത് ദയവേത്. നിങ്ങൾക്ക് വീട്ടിലിടുന്ന ഉടുപ്പ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് ഉടുപ്പിട്ടായാലും ചെയ്യാം. അതായത് ഇതുപോലത്തെ, അല്ലെങ്കിൽ ബനിയൻ, അല്ലെങ്കിൽ ടീഷർട്ട്, നോർമൽ ടീഷർട്ട്, എന്തെങ്കിലും ഷർട്ട് ഇടാതിരിക്കാൻ നോക്കുക. ലൂസാണെങ്കിൽ കുഴപ്പമില്ല, എന്താണെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഉടുപ്പിടുക, ഡ്രസ്സ് ഇടുക, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഇടുക. പിന്നെ അതുപോലെ ഷൂ വേണമെങ്കിൽ ഷൂ ഇടുക. ഷൂ വേണ്ട, വെറും കാലിലാണ് ചെയ്യണമെങ്കിൽ വെറും കാലിൽ ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ അതിനൊന്നും ഒരു ഫാക്ടറാക്കി എടുത്ത് നിങ്ങൾ നാളെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാം എന്ന് മാത്രം പറയരുത്. അങ്ങനെ നീട്ടി കൊണ്ടുപോകാതിരിക്കുക. നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ടൈമൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. രാവിലെ ചെയ്യണോ രാവിലെ ചെയ്യാം, രാവിലെ ചെയ്യാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ രാവിലെ ചെയ്യാൻ തോന്നുന്നില്ല, മടി, ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് ചെയ്യണം, വൈകിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ രാത്രി ചെയ്യണം, രാത്രി ചെയ്യാം. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്യാൻ തോന്നുന്നത്, നിങ്ങളുടെ ബോഡി എപ്പോഴാണോ ചെയ്യാൻ
വെമ്പൽ വരുന്നത് അപ്പോഴന്നെ ചെയ്യാം. ഓക്കെ, അപ്പം ടൈം അങ്ങനെ കൺസ്ട്രെയിൻ്റ് ഒന്നും ഇല്ല. എപ്പോൾ തുടങ്ങണം, എപ്പോൾ ചെയ്യണം, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ ചെയ്യാം, അത്രേ ഉള്ളൂ. ഞാനും അതാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യും. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നാളെ മുതൽ നമ്മളുടെ കാലിസ്തനിക് വർക്കൗട്ട് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ 50 day കാലിസ്തനിക് വർക്കൗട്ട് ചാലഞ്ചാണ് സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ. വീഡിയോസ് എപ്പോഴാണെന്ന് എനിക്കറിയില്ല, എപ്പോഴായാലും ഇടും. എനി പോയിന്റ് ഓഫ് ദ ഡേ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങളും നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ day 1 വീഡിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളും വീഡിയോസ് എടുക്കുക, നിങ്ങൾ ഫോട്ടോസ് എടുക്കുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ ക്ലിപ്സോ വീഡിയോസോ എന്തെങ്കിലും എടുക്കുക. അല്ലെങ്കിൽ പോസ്റ്റ് വർക്കൗട്ട് വീഡിയോസ്, പോസ്റ്റ് വർക്കൗട്ട് ഫോട്ടോസ് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു തൃപ്തി കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, നിങ്ങൾ സ്റ്റോറി ആയിട്ട് ഇടുക, എന്നെ മെൻഷൻ ചെയ്യുക, എന്നെ ടാഗ് ചെയ്യുക, ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത് ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടി വന്നോളൂ. നമ്മുടെ നോർമൽ ഡെയിലി വ്ളോഗ് വീഡിയോസ് ഒക്കെ അതിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ വഴിക്ക് നടന്നോളും. ദിസ് വിൽ ബി എക്സ്ക്ലൂസീവ്ലി വർക്കൗട്ട് വീഡിയോസ്, വർക്കൗട്ട് നമ്മുടെ കാലിസ്തനിക് ചാലഞ്ച് വർക്കൗട്ട് ചാലഞ്ച് വീഡിയോ ആയിരിക്കും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്തായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മുതൽ നമ്മൾ തുടങ്ങുന്നതാണ് ഗൈസ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. അപ്പോൾ ലെറ്റ്സ് സ്റ്റേ ഹെൽത്തി. പൊളിക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ ടെറസിൽ സൺറൂഫിലാണ് ഇരിക്കുന്നത്. അതായത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരിക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് താഴെ പോകും. അപ്പോൾ കാര്യം പറയാം ഗൈസ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത് നമ്മുടെ വർക്കൗട്ടിൻ്റെ കാര്യം, നമ്മുടെ വർക്കൗട്ട് ചാലഞ്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ 2 കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ വർക്കൗട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വീക്കിൽ 4 ദിവസമായിരിക്കും. അതായത് 2 ദിവസം, 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, 4 അല്ലെങ്കിൽ 5 days ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഒരാഴ്ച നമുക്ക് ഒരു ദിവസം എങ്കിലും, നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം എങ്കിലും, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും നമുക്ക് റിക്കവറി ബോഡിക്ക് അത്യാവശ്യമാണ്. ബോഡിക്ക് റിക്കവറി എന്ന് പറയുന്ന കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം നമ്മുടെ ബോഡിക്ക് വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ നമുക്ക് റിക്കവറി ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വീക്കിൽ ഒന്നുകിൽ ഒരു ദിവസം, ഒന്നുകിൽ 1 day അല്ലെങ്കിൽ 2 day റിക്കവറി ഡേ ആയിരിക്കും. അപ്പം 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസമായിരിക്കും ഞാൻ വർക്കൗട്ട് വീഡിയോ ഇടാൻ പോകുന്നത്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ പേസിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാതിരിക്കല്. ഞാൻ പറയാം, നിങ്ങളിത് എൻ്റെ കൂടെ തന്നെ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇനി എപ്പോൾ ചെയ്യാൻ, നമുക്ക് ഇത് ഡിലേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് തുടങ്ങാൻ പറ്റില്ല. നമ്മളിങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും കാര്യം വരും, സമയമില്ല, അത് ഇത് എന്ന് പറഞ്ഞ് 100 കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു പർപ്പസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഷ്, മനസ്സിലായില്ല, എന്തെങ്കിലും ഒരു നിമിത്തം. അപ്പോൾ ഇതിനൊരു നിമിത്തമായിട്ടെടുത്ത് നിങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറയും. നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ല. കൂടെ അങ്ങ് ചെയ്യുക. ഒരു 2 ദിവസമെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ നോക്ക്. നിങ്ങൾക്ക് പറ്റുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിടേണ്ട ആവശ്യം വരത്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. ഇതിനൊരു നിമിത്തമായിട്ടെടുക്കുക. നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ, ഉറപ്പായിട്ടും നല്ലതേ വരത്തുള്ളൂ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ഹെൽത്തും എല്ലാം സൂപ്പറാവും, ഡെവലപ്പാവും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ തുടങ്ങുക, ചുമ്മാ അങ്ങ് തുടങ്ങാം. അപ്പോൾ നമുക്ക് നാളെ തന്നെ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും വേണ്ട, പതുക്കെ തുടങ്ങിയാൽ മതി. ഇന്നേ വരെ വർക്കൗട്ട് ചെയ്തിട്ടില്ലാത്ത ആളുകൾ, ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഇന്നേ വരെ വർക്കൗട്ട് ചെയ്യാത്ത ആളുകൾ കാണത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വർക്കൗട്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ പതുക്കെ വളരെ സ്ലോ ആയിട്ടേ ചെയ്ത് തുടങ്ങാവും. ഒരുപാട് ചെയ്യരുത്, ലൈറ്റായിട്ട് ചെയ്യാവും. ഫസ്റ്റ് 1 വീക്കൊക്കെ വളരെ ലൈറ്റായിട്ട് പിടിച്ചാൽ മതി. പിന്നെ സ്ഥിരം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ അതിൻ്റെ പേസും അതിൻ്റെ എങ്ങനെയാണ് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ച് പതുക്കെ ചെയ്തു പോകാം. ഒന്നും ഉടനെ എടുത്ത് ഒന്നും ഒരുപാട് ചെയ്യരുത്. കുറച്ചായിട്ട് നമുക്ക് ചെയ്തു പോകാം. എന്തായാലും 50 day ചാലഞ്ചാണ്. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾ എന്നോടൊപ്പം സ്റ്റാർട്ട് ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ ഇന്ന് ബാക്കിയുള്ള ഇന്നത്തെ ബാക്കിയുള്ള ടൈം എന്തൊക്കെയാണ് പരിപാടി എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഞാൻ തിരിച്ച് വരുന്നതാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സെഡ്എച്ചിൻ്റെ കുറച്ച് തുണി സ്റ്റിച്ചിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെ ചെയ്യാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം അധികം നേരം വൈകാതെ തന്നെ എല്ലാം കെട്ടിപ്പറക്കി ഡാഡിൻ്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇറങ്ങി. കാർ എടുത്തില്ല, കാരണം കുറച്ച് തുണി ഉണ്ടായിരുന്നു ചെയ്യാൻ. കാർ എടുത്തുകൊണ്ട് ഈ ട്രാഫിക്കിലൊക്കെ ഇറങ്ങി അവിടെ നിന്ന് പാർക്ക് ചെയ്യാനൊക്കെ പാടായിട്ട് സ്കൂട്ടറിലിറങ്ങി ആ പണി കയ്യോടെ ചെയ്ത് തീർത്ത് ഗൈസ്. എന്നിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു. വീട്ടിൽ ചെന്നപ്പം നമ്മുടെ ഷെഡ് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഷെഡിൻ്റെ ഷീറ്റൊക്കെ മാറ്റാൻ പോകുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഷെഡിനകത്തുള്ള കാര്യങ്ങളെല്ലാം
പുറത്തോട്ടെടുത്ത് വയ്ക്കാനുള്ള പണി ആയിരുന്നു. ഹായ് എൻ്റെ ബുള്ളറ്റ്, ഇതാ കിടക്കുന്നു എൻ്റെ ബുള്ളറ്റ്. അപ്പം അങ്ങനെ വീട്ടിലെ ഷെഡിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാനും ഡാഡും കൂടെ പുറത്തോട്ടൊക്കെ വെച്ചു, എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. കുറച്ച് ദിവസത്തിൽ പണി തുടങ്ങും. പിന്നെ ഷെഡിൻ്റെ മഴ പെയ്ത് അന്ന് മഴയും നല്ല കാറ്റൊക്കെ ആയിരുന്നപ്പം ഷെഡിൽ ഷീറ്റൊക്കെ നന്നായിട്ട് പറന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്അലൈൻഡായി. അപ്പം പുതിയ ഷീറ്റ് ഇടാൻ പോവാണ്. അതാ കണ്ടുള്ളൂ ഗൈസ് നമ്മുടെ മനോഹരമായ ഗാർഡൻ. നല്ല രസമാണ് ഇവിടെ കൂടെ ഇങ്ങനെ നടക്കാൻ, നല്ല രസമാണ്, നല്ല സുഖമാണ് കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കാം. ശരി ഗൈസ്, അപ്പോൾ നമുക്ക് നൈറ്റിലോട്ട് ചാടാം. നല്ല മഴ ഗൈസ്. ഹായ്, 2 ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കണം മഴ ഒന്ന് പെയ്തെങ്കിൽ എന്ന് എപ്പോൾ വിചാരിച്ച് തുടങ്ങിയോ അതോടെ മഴ നിന്നു. ഇപ്പോൾ രാത്രി 3 മണിയാണ്, 3-3:15. ഇപ്പോൾ അതാ നല്ല മഴ. നമുക്ക് മുകളിലോട്ട് പോകാം. ടെറസിൽ പോയി നമുക്ക് മഴ വീഡിയോ പിടിക്കാം. സൗണ്ട് കേട്ടോ ഗൈസ് മഴയുടെ. നമുക്ക് മഴ കേൾക്കാമായിരിക്കും, പക്ഷെ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങോട്ട് വല്ലതും നോക്കിയാൽ വല്ലതും കാണുന്നു. മഴ പെയ്യാണ് ഗൈസ്, പക്ഷെ അത് വീഡിയോയിൽ മനസ്സിലാവാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇതൊന്ന് വെളിച്ചമുള്ള സമയത്ത് ഇതുപോലെ മഴ പെയ്തായിരുന്നെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ മഴ പെയ്തു, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഫുൾ ഇരുട്ട്. എന്തായാലും നല്ല മഴയാണ് ഗൈസ്. ബെസ്റ്റ് ആണ് നല്ല മഴയെന്ന് പറഞ്ഞത്, മഴ നിന്ന്. നമ്മൾ പറയുന്നതാണ് പ്രശ്നം. എന്തായാലും മണി ഇപ്പോൾ ഏകദേശം 3-3:15 ഗൈസ്. അപ്പം ഞാനൊന്ന് ലൈറ്റായിട്ട് ഉറങ്ങിപ്പോയി. എപ്പോഴോ ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല ഗൈസ് നമുക്ക്. അതുകൊണ്ട് ഞാൻ സമയം 3:15-3:15 ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്കങ്ങനെ ടൈമൊന്നുമില്ല. സമയം കിട്ടുമ്പം, അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ, സമയം കിട്ടുമ്പോഴെന്നല്ല, മെയിനായിട്ട് ചെയ്യാൻ തോന്നുന്നു. നമുക്കിങ്ങനെ നമ്മുടെ ബോഡി നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ, കമോൺ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാം എന്നിങ്ങനെ തോന്നുമ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ സമയം നോക്കത്തില്ല. ചിലപ്പം രാവിലെ ആയിരിക്കും, ചിലപ്പോൾ ഉച്ചയായിരിക്കും, വൈകുന്നേരം, രാത്രി, ചിലപ്പോൾ ഇതുപോലെ നട്ടപ്പാതിരായിരിക്കും. തോന്നുമ്പോൾ അങ്ങ് ചെയ്യും. മിക്കപ്പോഴും വൈകുന്നേരം സന്ധ്യാസമയം അല്ലെങ്കിൽ ഇതുപോലെ രാത്രിയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആവില്ല, എല്ലാവർക്കും ഒരുപോലെ ആവില്ല. എനിക്ക് പണ്ട് മുതലേ ഈ ജോലി ചെയ്ത് തുടങ്ങിയ കാലം മുതലേ നൈറ്റ് ഷിഫ്റ്റ്, US ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്സ്, ഗ്രേവ്യാർഡ് ഷിഫ്റ്റ്സൊക്കെ ചെയ്ത് അപ്പോഴും മുതലേ ബോഡി ഇങ്ങനെ ടോണ്ടായി, നൈറ്റ് ഉണർന്നിരിക്കുക എന്നുള്ളൊരു പരിപാടി. അപ്പോൾ പണ്ട് മുതലേ രാത്രി ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് എന്നെ അറിയാവുന്നവർക്കറിയാം, അതൊരു ശീലമാണ് എനിക്ക്. അതുകൊണ്ട് ഈ രാത്രിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ്. അതിനെ പോസിറ്റീവ് രീതിയിലെടുക്കുക. രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ബോഡി ആക്റ്റീവ്, മൈൻഡ് ആക്റ്റീവ്. ഉറക്കം വരത്തില്ല. അപ്പം ഇതുപോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നൈറ്റ് ചെയ്യാൻ എനിക്ക് നല്ല കംഫർട്ടബിളാണ്. കൂടുതൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. മോർണിംഗ് കുറച്ച് സ്റ്റിഫായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാനിനി വർക്കൗട്ട് ചെയ്ത്, ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല. ഇനി വർക്കൗട്ട് ചെയ്തിട്ട് പോയി കുളിച്ചിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ നാളത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. അതിന് കൂടെ ചെറിയ കാര്യങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നാളെ മുതൽ നമ്മൾ പറഞ്ഞതുപോലെ വി ആർ സ്റ്റാർട്ടിങ് ടു വർക്കൗട്ട് ടുഗെദർ ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. പോയി കിടന്ന് സുഖമായി ഉറങ്ങൂ. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.